ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്ക് വെച്ച ലെവൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നിഫ്റ്റി ഓപ്പൺ ആയിട്ടില്ല, 9:13 ആയിട്ടുള്ളൂ. താഴെ ലെവൽ 22,981, മേലെ 22,296. രണ്ട് ലെവൽ അവിടെ ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയി, പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ബാക്കി അപ് സ്റ്റോക്സിലുള്ള ചാർട്ടും കാര്യങ്ങളൊക്കെ ഫുൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഫ്റ്റിൻ്റെ ചാർട്ടും നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറും സ്ട്രൈക്ക് പിന്നെ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ഫ്ലാറ്റ് ആയിട്ടും റെഡിയാണ്, ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ വരട്ടെ, ഏതെങ്കിലുമൊക്കെ ലെവലൊക്കെ ടാപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇന്ന് പുതിയ ലെവലൊക്കെ ക്രിയേറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ രാവിലെ പറഞ്ഞല്ലാതെ അതിന് പുറമെ വേറെ രണ്ട് ലെവൽസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റിലും ഒരു 5 മിനിറ്റിലും ഉള്ളത്. ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസും രണ്ടും അവിടെ തന്നെ ഉണ്ട്. ഒന്നും ടാപ്പ് ചെയ്തില്ല, മാർക്കറ്റ് ഒറ്റ ലെവലും ടാപ്പ് ചെയ്തില്ല. ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഒന്നും ടാപ്പ് ചെയ്തില്ല നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള 5 മിനിറ്റിലുള്ള ഒരു ലെവലാണ് ഇവിടെ കാണുന്നത്. അടിയിൽ ഒരു 50 മിനിറ്റും മേലെ ഒരു 5 മിനിറ്റും. രണ്ടും ടാപ്പ് ചെയ്യില്ല, ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. ഇതുവരെ പ്രോപ്പർ എൻട്രി ഒന്നും കിട്ടിയില്ല. നിഫ്റ്റി അത്യാവശ്യം ബുള്ളിഷ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പയർഡ് ആയിട്ട് നല്ല മൊമെൻറ്റം കാഴ്ച വെക്കുന്നുണ്ട്. ഫ്ലാറ്റ് ട്രേഡൊക്കെ ഇവിടെ കാലിയാണ്, ഒറ്റ ട്രേഡും കിട്ടിയില്ല. പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്തില്ല. ആകെ ഡേ ഹൈ, ഇന്നത്തെ ഡേ ഹൈ മാത്രമേ ചെറിയൊരു ലിക്വിഡിറ്റി എന്നുള്ള രീതിയിൽ പറയുള്ളൂ. പക്ഷേ അവിടെ നിന്നൊന്നും പ്രോപ്പർ എൻട്രി കിട്ടിയില്ല. നല്ല ഹെവി ബുള്ളിഷ് ആയിട്ട് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിലുള്ള ലിക്വിഡിറ്റിയിൽ തൊട്ടടുത്തുള്ള ഇത് രണ്ടാണ്. ഒന്ന് പ്രീവിയസ് ഡേയ്സിലുള്ളതും മേലുള്ളത്, താഴെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് 5 മിനിറ്റിലുള്ള ഒരു ലെവലും. അപ്പോൾ എന്തായാലും ഇതിലേതെങ്കിലും ഒരു ലെവൽ ടാപ്പ് ചെയ്യട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഇനിയും പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ മാർക്ക് വെച്ച ഒരു ലെവലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. താഴെയുള്ള ഡൗൺ സൈഡുള്ള ഒരു 5 മിനിറ്റ് IDXലേക്ക് വരുന്നുണ്ട്. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലെവലാണ് 23,188. അത് ടാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നിഫ്റ്റീൻ്റെ അതേപോലെ നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിലെ ലെവൽ ഉണ്ടാറില്ല, ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ ഇതിൽ നോക്കിയിട്ടാണ് ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മൊമെൻറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ആ ലെവൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ആ ലെവൽ ഉണ്ടോയെന്ന് ഒരു ലെവലുണ്ട് അവിടെ, അത് എന്തായാലും മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഫ്യൂച്ചറിലും സ്പോട്ടിലും രണ്ടിലും പ്രോപ്പറായിട്ടുള്ള ലെവലുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ മേലേക്ക് നോക്കുന്നത് നല്ലൊരു എൻട്രി ആയിരിക്കും തോന്നുന്നു. കാരണം ഓൾറെഡി മാർക്കറ്റ് ഇന്ന് അത്യാവശ്യം ബുള്ളിഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബുള്ളിഷ് മാർക്കറ്റിൽ മേലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ താഴെയുള്ള ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡിറ്റിയും കൂടെ ആകുമ്പോൾ അതിന് ഒരു നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഇനി അതൊരു എൻട്രി കിട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയൊരു സ്ട്രൈക്ക് 23,150 ആയിരിക്കും. അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ATM-ആയിട്ടുള്ള സ്ട്രൈക്ക് ആയിരിക്കും 23,150 എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയൊന്നും ചെയ്യാനില്ല, ഇനി വെയിറ്റ് ചെയ്യണം. അത് ടാപ്പ് ചെയ്യണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അത് ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫോം ആയിട്ട് ഒരു എൻട്രി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പ്രോപ്പർ എൻട്രി വരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ മാർക്കറ്റൊക്കെ ഇവിടെ ക്ലോസ് ആയി, സമയം 3:45 ആയിട്ടുണ്ട്. അതിൽ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ 3 ലെവൽസ് ഏകദേശം ഈ ഒരു ലെവലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ടാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ടാപ്പ് ചെയ്താൽ മേലേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാമെന്ന്. പക്ഷേ ആ ലെവൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല, അതിൻ്റെ തൊട്ടടുത്തെത്തിയിട്ട് തിരിഞ്ഞു പോയി. സോ അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, ഒറ്റ ട്രേഡ് പോലും കിട്ടിയില്ല. അപ്പോൾ ഇതിൽ പറയാനുള്ളൊരു കാര്യം വേറെ എന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ ലൈവ് ട്രേഡിൽ ഒരുപാട് ട്രേഡ് എടുത്ത് തന്നിട്ടൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഓവർ ട്രേഡ് അല്ല, ഇത് ഡിസിപ്ലിൻ ഇല്ലായ്മല്ല, ഇമോഷൻ ട്രിഗർ ആവുന്നതുകൊണ്ടല്ല ഇത്ര എൻട്രീസ് ഒക്കെ എടുക്കണമൊക്കെ. പക്ഷേ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ട്രേഡിങ് സ്ട്രാറ്റജിയിൽ എനിക്ക് റിസൾട്ട് കിട്ടിയത് ഈ രീതിയിലാണ്. ചില ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പർ എൻട്രി കിട്ടാത്ത ദിവസങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ എൻട്രി ഒന്നും കിട്ടിയില്ല. പ്രോപ്പർ ലെവലൊക്കെ മാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരിക്കുകയാണ്, പക്ഷെ ഒറ്റ എൻട്രിയും കിട്ടിയില്ല. അപ്പോൾ ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു ദിവസം മാക്സിമം ഒരു ട്രേഡ്, അല്ലെങ്കിൽ ഒരു ദിവസം 2 ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉറച്ചിരിക്കുക, അതിൽ അങ്ങോട്ടും പോരുത് ഇങ്ങോട്ടും പോരുത്, ആ രീതിയിലൊക്കെ പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മളെ ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഞാനിപ്പോൾ ഇന്ന് ഏതെങ്കിലുമൊക്കെ 2 ട്രേഡ് എടുത്തിട്ടുണ്ടാവും. ഇന്ന് പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നില്ല എൻ്റെ സെറ്റ് പ്രകാരം. അപ്പോൾ ഇന്ന് ഏതെങ്കിലും 2 എൻട്രി എടുത്തിട്ടുണ്ടാവും, അതിൽ 2 SL അടിച്ചിട്ടുണ്ടാവും, ഞാൻ ലോസിലായിരിക്കും. ഇന്നലെയും അതേപോലെ ഫസ്റ്റ് 2 ട്രേഡ് എടുത്തിട്ട് അതിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ലോസിലായിരിക്കും. അപ്പോൾ ഇന്നലെ ലോസിലായിരിക്കും, ഇന്നും ലോസിലായിരിക്കും. നേരെ മറിച്ച് ഞാൻ എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എൻട്രി വരുന്ന സമയത്ത് എണ്ണവും കാര്യങ്ങളൊന്നും നോക്കാണ്ട് സ്ട്രാറ്റജി പ്രകാരം കറക്റ്റായിട്ടുള്ള എൻട്രി സെറ്റപ്പ് ആണോ അതിനനുസരിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എൻ്റെ സെറ്റപ്പ് പ്രകാരം 6 ട്രേഡ് വന്നിട്ടുണ്ട്. ആ 6 ഞാൻ എടുത്തിട്ടുണ്ട്. ഓവറോൾ എനിക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി. ഇന്ന് എൻ്റെ എൻട്രി സെറ്റപ്പ് പ്രകാരം ഒറ്റ എൻട്രി വന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഇതുമില്ല, ഒരു ട്രേഡ് എടുക്കാണ്ടിരിക്കാനും പറ്റി. സോ എൻട്രി സെറ്റപ്പ് വരുന്ന സമയത്ത് എത്ര എണ്ണാലും നമ്മൾ പ്രോപ്പർ എൻട്രി സെറ്റപ്പ്, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത പ്രോപ്പർ സ്ട്രാറ്റജി പ്രകാരം സെറ്റപ്പ് പ്രകാരം എൻട്രിയാണ് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടും പൂട്ടിയെടുക്കുക, അതിൽ പിന്നെ ഒന്നും ചിന്തിക്കാനൊന്നും ഉണ്ടാവരുത്. അതേപോലെ എൻട്രി ഒന്നും വരുന്നില്ലാണ്ടെങ്കിൽ അന്ന് എന്തായാലും 2 ട്രേഡ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഏതെങ്കിലും എടുത്തിട്ട് ഒരു കാര്യമില്ലേനും. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അതിന് ഉള്ളൊരു റിപ്ലൈ എന്നുള്ള രീതിയിലും കൂടാണ്
ഈ വീഡിയോ ഒന്ന് ചെയ്ത് ശരിക്കും ഇന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ന് ട്രേഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണിക്കേണ്ട ഒന്നും പറയേണ്ട വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ടുണ്ട്, നമ്മൾ ട്രേഡിൻ്റെ എണ്ണം കൂടുന്നത് ഓവർ ട്രേഡിംഗ് ആണോ അങ്ങനെയൊക്കെ. ശരിക്കും ട്രേഡിൻ്റെ എണ്ണം കൂടുന്നതല്ല പ്രശ്നം, നമ്മളെ സെറ്റപ്പ് പ്രകാരം അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാത്ത ട്രേഡ്സ് എടുക്കുന്നതാണ് പ്രശ്നം. അതല്ല നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ എത്ര ട്രേഡ് എടുക്കുകയാണെങ്കിലും ഒരു ട്രേഡ് എത്തിയില്ലെങ്കിൽ എന്തായാലും ഒരു പ്രശ്നമില്ല. പ്ലാൻ ചെയ്യാത്ത രീതിയിൽ ഒരൊറ്റ ട്രേഡ് എടുത്താൽ പോലും അത് തെറ്റാണ്. അത് ഓവർ ട്രേഡിങ് ഒരു 5-6 ട്രേഡ് ഒരുത്തപ്പോൾ പ്രോപ്പർ സെറ്റപ്പ് പ്രകാരം ഒരു 6 ട്രേഡ് എത്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 ട്രേഡ് എത്തിയായിരിക്കാം, അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് അപ്പുറത്ത് ഒരൊറ്റ ട്രേഡ് സെറ്റപ്പ് തെറ്റിച്ചെടുത്തായിരിക്കാം. ഒരു ദിവസം ഒറ്റ ട്രേഡ് എടുത്തുള്ളൂ, പക്ഷേ അത് പ്രോപ്പർ സെറ്റപ്പ് ഒന്നും ഇല്ലാണ്ട് വെറുതെ എടുത്തായിരിക്കാം. അത് തെറ്റാണ്. അങ്ങനെ പോയിട്ട് കാര്യമില്ല, നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകാൻ കഴിയില്ല. ഓക്കെ, സോ ഇന്നത്തെ അഡ്വൈസ് അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇനി നാളത്തേക്കുള്ള ലെവൽസും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. നാളെ എൻട്രി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇത് ഈ ലെവൽ നമുക്ക് ഒഴിവാക്കിക്കളാം. ഇനി 15 മിനിറ്റിൽ 5 മിനിറ്റിലുള്ളത് നാളത്തെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള നോക്കിയാൽ മതി നാളത്തേക്ക്. ഇപ്പോൾ 15 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ലെവലുണ്ട്, വേണമെങ്കിൽ കൺസിഡർ ചെയ്യും. ഇൻറ്റേർണൽ ലെവലാണ്. നാളത്തെ മാർക്കറ്റിനനുസരിച്ച് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ വേണം ഒരു ട്രേഡ് എടുക്കുക അവിടെ നിന്ന്, അത്രേ ഉള്ളൂ. ഒരു ഇൻറ്റേർണൽ ലെവലാണ്, പ്രോപ്പർ ലെവൽ എന്തായാലും ഇവിടെയാണുള്ളത്. സോ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ലെവൽസ്. കംപ്ലീറ്റ്ലി 15 മിനിറ്റ് തന്നെയാണ്. 15 മിനിറ്റ് ഒന്നും പ്രത്യേകിച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം 15 മിനിറ്റാണ്. പ്രീവിയസ് ഡേയ്സിലുള്ള ലെവൽസാണ്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഇതിൽ ഏതെങ്കിലും ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി കൺസിഡർ ചെയ്യും. ഈ ലെവലിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എൻട്രി സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അതല്ല ഇതൊക്കെ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നല്ലൊരു സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കും, വേറെ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഇത് ഒരു ഇൻറ്റേർണൽ ലെവൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ട്രേഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ ഉണ്ടാവില്ല, നാളെ ചെറിയൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് നാളെ ട്രേഡിൻ്റെ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ഇനി തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.